സ്വാതി ഹിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ എനിക്ക് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്ക്. പക്ഷേ ആ കുറഞ്ഞ മണിക്കൂറുകൾ തന്നെ എനിക്ക് ഒരുപാട് നേരമായിട്ടാണ് തോന്നിയത്. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഹോളിഡേ ട്രിപ്പിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാൻ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പോകുന്നത് മോണ്ടിനിഗ്രോയിലേക്കാണ്. ഫ്രം മാഞ്ചസ്റ്റർ എയർപോർട്ട് ടു ടിവാറ്റ് എയർപോർട്ട്. മോണ്ടിനിഗ്രോനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഈ ട്രിപ്പിൻ്റെ ജേണിയിൽ ഇനി നിങ്ങൾക്ക് കുറച്ച് മോണ്ടിനിഗ്രോ തള്ളുകൾ കേൾക്കാം ഫ്രം സ്വാതി. അപ്പോൾ കുറച്ച് ദിവസം എന്ന് പറഞ്ഞത് എൻ്റെ ഈ ട്രിപ്പ് 4 nights 5 days ആണ്. ഇത്രയും ദിവസങ്ങളിലേക്കുള്ള അക്കോമഡേഷൻ ഐറ്റിനറീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രീ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്താലും അതിൻ്റെ ഔട്ട്കം എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് ഒരു ചോദ്യമാണ്. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ. എന്നാലും കുറച്ച് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു ട്രിപ്പായതുകൊണ്ട് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളെങ്കിലും പ്ലാൻ ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടും 1-2 മണിക്കൂറോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് കുറച്ച് ലാഗ് അടുപ്പിച്ചു തന്നെ എന്നുള്ള വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫൈനലി ഗേറ്റ് ഓപ്പണായി. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് കേട്ടോ അത്. EasyJet ആണ്. ഞാൻ EasyJetൽ ഇതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് EasyJetൽ ട്രാവൽ ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് ടിവാറ്റിലേക്ക് 3 hour ജേണി മാത്രമേ ഉള്ളൂ കേട്ടോ. മോണ്ടിനിഗ്രോയിൽ ടിവാറ്റ് മാത്രമല്ല എയർപോർട്ടായിട്ടുള്ളത്, പോഡഗോറിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ടും കൂടിയുണ്ട്. ഇത് മോണ്ടിനിഗ്രോയുടെ ക്യാപിറ്റൽ സിറ്റിയും കൂടിയാണ്. 1992 വരെ ടിറ്റോഗ്രാഡ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നെ അവർ പേര് മാറ്റിയിട്ടാണ് പോഡഗോറിക്കയാക്കി മാറ്റുന്നത്. നിങ്ങൾ എന്തെങ്കിലും മോണ്ടിനിഗ്രോ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സമ്മർ സീസണിലാണെങ്കിൽ, അതുപോലെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കോസ്റ്റൽ ഏരിയാസ് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട എയർപോർട്ട് ടിവാറ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വേറൊന്നും കൊണ്ടല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള പല കോസ്റ്റൽ ഏരിയാസും വളരെ അടുത്തുള്ളത് ടിവാറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ്. 20 minutes മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ലാൻഡ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ് അഡ്രിയാട്രിക് സീ. അതായത് വെസ്റ്റ് ഭാഗത്ത് ഇറ്റലിയും ഈസ്റ്റ് ഭാഗത്ത് ക്രൊയേഷ്യ, സോൾവേനിയ, മോണ്ടിനിഗ്രോ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബ്ലൂ ക്രിസ്റ്റൽ കളർ വാട്ടറോട് കൂടിയിട്ടുള്ള അഡ്രിയാട്രിക് സീ. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ടിവാറ്റ് എയർപോർട്ട്. ഈ രാജ്യത്ത് ആകെ 2 എയർപോർട്ടാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോഡഗോറിക്കയും ഈ ടിവാറ്റ് എയർപോർട്ടും. പക്ഷേ വളരെ ചെറിയൊരു എയർപോർട്ടാണത്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് എയർപോർട്ട്. ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ഇല്ല, വലിയൊരു എയർപോർട്ടല്ല, വലിയ ഫ്ലൈറ്റുകൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനുള്ള സ്പേസും ഇല്ലാത്ത ഒരു കുഞ്ഞ് എയർപോർട്ട്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, വിശപ്പ് എന്നുള്ള അസുഖം കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കാണ്ട് ഒരടി അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഈ റെസ്റ്റോറൻറ്റ് കയറി ഒരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1 hour കൂടുതൽ ജേണി ഉണ്ട്. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഉൾക്കിഞ്ച് എന്നാണ്. ഈ ഉൾക്കിഞ്ച് എന്ന് പറയുന്ന സ്ഥലം ഇറ്റ്സ് വെരി നിയർ ടു അൽബേനിയ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 2 hour ജേണി മാത്രമേ ഉള്ളൂ പിന്നെ അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക്. അത്രയും അതിൻ്റെ ബോർഡറിലാണ് ശരിക്കും ഈ ഉൾക്കിഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ശരിക്കും വെതർ നല്ലതാണ് കേട്ടോ. നല്ല വെളിച്ചമുണ്ട്, നല്ല വെയിലുണ്ട്, ഒരു 31 degree ടെമ്പറേച്ചറും ഉണ്ട്. അത് കാരണം തന്നെ നമ്മളീ പോകുന്ന വഴി തന്നെ നമുക്കൊരു പരിധിയോളം മോണ്ടിനിഗ്രോയുടെ ഒരു ഭൂപ്രകൃതിയും ഒരു എന്താ പറയുക, ഒരു കാലാവസ്ഥയൊക്കെ നമുക്ക് ചെറിയൊരു ഐഡിയ ഇവിടുന്നേ കിട്ടും. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഉൾക്കിഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഉൾക്കിഞ്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ അത്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള മോണ്ടിനിഗ്രോ. ഒരുപാട് മൗണ്ടെയിൻസും നല്ല തെളിഞ്ഞ വെള്ളമുള്ള അഡ്രിയാട്രിക് സീയൊക്കെ ആയിട്ടുള്ള നല്ല വെതറുള്ള. അങ്ങനെ നല്ലൊരു ഉറക്കത്തിന് ശേഷം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മോണ്ടിനിഗ്രോ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനായി. ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് ബുഡ്വയിലേക്കായിരുന്നു. ഈ ബുഡ്വ എന്ന് പറയുന്നത് മോണ്ടിനിഗ്രോയിൽ കാണാനുള്ള സ്ഥലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ബുഡ്വ എന്ന് പറയുന്നത്. മിയാമി ഓഫ് മോണ്ടിനിഗ്രോ എന്നുള്ളൊരു പേരുണ്ട് കേട്ടോ ബുഡ്വയ്ക്ക്. ഇവിടുത്തെ നൈറ്റ് ലൈഫും ബീച്ചും സമ്മർ വൈബ്സും ഒക്കെ കാരണമാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നാണ് പറയുന്നത്. 2500 വർഷങ്ങൾക്ക് മുന്നേയുള്ള പല ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ചിട്ടും പല കഥകളും പറയാൻ ബുഡ്വയ്ക്കുണ്ട്. കാരണം അത്രയധികം പഴക്കം ചെന്നിട്ടുള്ള ഒരു ടൗണാണ് ബുഡ്വ എന്ന് പറയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ മോണ്ടിനിഗ്രോ കാണാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബുദ്വ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വിഷ്വൽസിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ അഡ്രിയാറ്റിക് സീയിലെ വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും ബ്ലൂ ക്രിസ്റ്റൽ കളർ വാട്ടറാണ്. അത് ഈ അഡ്രിയാറ്റിക് സീൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഫോറിനേഴ്സിൽ അധികം ആൾക്കാരും സമ്മർ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോകുന്നത് ക്രൊയേഷ്യയിലേക്കാണ്. അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഒരു ബീച്ച് വൈബ്സ് ആണ്. പക്ഷേ ഇന്ന് അധികം തിരക്കില്ലാതെ ക്രൊയേഷ്യയെ പോലെ തന്നെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മോണ്ടിനിഗ്രോ എന്നുള്ളത്. ശരിക്കും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും ലഞ്ച് കഴിക്കാനാവുമ്പോഴാണ് മോണ്ടിനിഗ്രോയിൽ അല്ലെങ്കിൽ ഈ മോണ്ടിനിഗ്രോയിലെ ബുദ്വയിൽ എത്തുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെക്റ്റിക് ട്രാഫിക്കാണ്. ഇവിടുത്തെ ട്രാഫിക് കുറച്ച് ശോചനീയ അവസ്ഥയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടുത്തെ ഒരു ട്രാഫിക്കിൻ്റെ അവസ്ഥ മനസ്സിൽ കണ്ടിട്ട് വേണം വരാൻ. ഈ ഫുഡ് കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ കുറച്ച് ഓവറാണെന്ന് എനിക്കറിയാം. വേറൊന്നും കൊണ്ടല്ല, ഫുഡിൻ്റെ ടേസ്റ്റും ആ കഴിച്ചതിൻ്റെ സന്തോഷമാണ് പുറത്തേക്ക് എക്സ്പ്രഷൻ വൈസ് വരുന്നത്. ഈ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുവിധം എല്ലാത്തിനും പ്രീ ബുക്കിംഗ് ഒന്നും ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കാശടച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ മോണ്ടിനിഗ്രോ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കയ്യിൽ കാശ് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് പല സ്ഥലങ്ങളും ക്യാഷ് ഇൻ ഹാൻഡാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാർഡ് സ്വൈപ്പ് ചെയ്യാനോ ടാപ്പ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ക്യാഷ് യൂറോയാണ്. അപ്പോൾ യൂറോ കുറച്ച് നമ്മളെ കയ്യിൽ ട്രാവൽ കാർഡ് ഉണ്ടെങ്കിലും കുറച്ച് കാശ് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നന്നാവും ട്രിപ്പിൽ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്വയിലെ 2500 വർഷങ്ങളോളം പഴക്കമുള്ള ഓൾഡ് ടൗൺ. ഒരുപാട് ഹിസ്റ്ററീസും സ്റ്റോറീസൊക്കെ പറയാനുള്ള ബുദ്വയിലെ ഓൾഡ് ടൗൺ. വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു വലിയ കോട്ടയാണത്. ഈ കോട്ടേൻ്റെ അകത്താണ് ഈ ടൗണും ഈ മാർക്കറ്റും ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇനി നിങ്ങൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഈ പറഞ്ഞ കോട്ടയ്ക്കകത്തുള്ള കാഴ്ചകളാണ്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരു ലവ് സ്റ്റോറി ഉണ്ട് ഈ ബുദ്വയ്ക്ക്. അതായത് ഫിനീഷ്യൻ രാജകുമാരനായിട്ടുള്ള കാട്മസും ഹാർമണിയും തമ്മിൽ ഹാർമണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാമുകി വലിയ പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇവരുടെ പ്രണയം തീബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിൽ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ആ രാജകുമാരനും ആ ഹാർമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിക്കും ആ നാട് വിടേണ്ടി വരികയാണ്. അങ്ങനെ ഇവർ അഡ്രിയാറ്റിക് സീയിലൂടെ പോകുന്ന സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബുദ്വ എന്ന് പറയുന്നത്. അങ്ങനെ ഇവരാണ് ബുദ്വ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും ബുദ്വേനെ ഇങ്ങനെ ഒരു ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോട്ടയൊക്കെ കെട്ടി ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് മാറ്റുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പ്രധാന പങ്ക് വഹിച്ച ആൾക്കാരാണ് കാട്മസും ഹാർമണിയും. ഇവിടുത്തെ ആൾക്കാർ പറയാറുള്ളത് ബുദ്വയുടെ ഈ ഓരോ ചുമരുകൾക്കോ അല്ലെങ്കിൽ ഈ മതിലിലുള്ള ഓരോ കല്ലുകൾക്കും വിലക്കപ്പെട്ട പ്രണയത്തിൻ്റെ കഥകൾ പറയാനുണ്ട് എന്നാണ് ഇവർ പറയാറുള്ളത്. കാരണം കാട്മസിൻ്റെയും ഹാർമണിയുടെയും പ്രണയം തീബസ് നഗരത്തിൽ വിലക്കപ്പെട്ട ഒരു പ്രണയമായിരുന്നു അത്രേ. ഇവിടുത്തെ പല ചുമരുകളുടെ കല്ലുകളിലും നമുക്ക് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ചില ബിൽഡിങ്സിലാണ് നമുക്ക് കൂടുതൽ നമ്പേഴ്സ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന. ഓരോ സ്റ്റോണിലും ഈ മതിലിലും ഈ കെട്ടിടത്തിലൊക്കെ ഉള്ള ഓരോന്നിലും ഓരോ സ്റ്റോണിലും നമ്പേഴ്സ്. ചിലതിൽ ഇതിൻ്റെ അകവശത്താണ് കാണാൻ പറ്റുക, ചിലത് ബിൽഡിങ്ങിൻ്റെ പുറം വശത്താണ് നമ്പേഴ്സ് കാണാൻ പറ്റുക. 1979 മോണ്ടിനിഗ്രോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ബുദ്വ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു എർത്ത് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങുകളും ഇവിടെ ഉണ്ടായിരുന്ന പള്ളികളും എല്ലാം തകർന്ന് വീഴുകയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇവിടുത്തെ ജനങ്ങളും അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളും ചേർന്ന് അന്ന് തകർന്നു വീണ ബിൽഡിങ്ങിൻ്റെ ഒറിജിനൽ സ്റ്റോൺസ് തന്നെ ഉപയോഗിച്ചിട്ട് ഇവർ വീണ്ടും റീബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കംപ്ലീറ്റ് ഇന്ന് കാണുന്ന ഈ ബുദ്വയിലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. അത്ര വലിയ ഭൂമികൾക്കായിരുന്നിട്ട് പോലും അതിലൊന്നും തകരാത്ത പല മൊണാസ്ട്രികളും ചർച്ചുകളും ഒറിജിനൽ ബിൽഡിങ്സും ഇന്നും ബുദ്വയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത് അതായത് വെനീഷ്യസ് റോമൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പല ബിൽഡിങ്ങുകളും ഇന്നും അതുപോലെ തന്നെ ഉണ്ട്. ഇതാണ് സിറ്റാഡല. സിറ്റാഡലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു അതിഗംഭീര വ്യൂ ആണ് കേട്ടോ. ഇവിടെ കുറേ മ്യൂസിഷ്യൻസ് ഇരിക്കുന്നത് നമുക്ക് കാണാം.
സിറ്റാഡലിൽ നിന്നുള്ള ഈ അഡ്രിയാറ്റിക് സീൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിഗംഭീരമാണ് കേട്ടോ. അത്ര ഭംഗിയാണ് അത് കാണാൻ. എത്ര നേരം അവിടെ നിന്നാലും സമയം പോണത് അറിയില്ല. സിറ്റാഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് കടൽ കൊള്ളക്കാരിൽ നിന്നും ബുധുവേനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് പല രഹസ്യ വഴികളും ഇന്ന് ഈ അഡ്രിയാറ്റിക് സീക്കുള്ള പല രഹസ്യ വഴികളും ഇവിടുന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന 3 ബെല്ലുകൾ 1979 ഉണ്ടായിരുന്ന ഭൂകമ്പത്തിൽ നശിച്ചു പോയിട്ടുള്ള ചില ചർച്ചുകളുടെ ബെല്ലുകളാണ്. ഇതിന് ഇവർ വോയിസ് ഓഫ് ബുധുവ എന്നാണ് പറയുന്നത്. കാരണം ബുധുവേത്തെ ജനങ്ങളുടെ റെസിലിയൻസിനെയും അവരുടെ യൂണിറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ 3 ബെല്ലുകൾ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി ആ ടൗൺ അപ്പാടെ നശിച്ചു പോയിട്ടും ഓരോ കല്ല് വീതം ആ നശിച്ചു പോയ ഓരോ ബിൽഡിങ്ങിൽ നിന്നും എടുത്ത് അത് അങ്ങനെ യോജിപ്പിച്ച് ഇന്ന് കാണുന്ന ഒരു ടൗൺ ആക്കിയിട്ട് ഇവർക്ക് കെട്ടിപ്പടർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ യൂണിറ്റിയും അത് അവരുടെ ഒരു റെസിലിയൻസും തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചർച്ചുകൾ അല്ലെങ്കിൽ ഒരുപാട് മൊണാസ്ട്രികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടക്കുന്നത് വളരെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അത്ര വലിയ ഗ്യാപ്പൊന്നുമില്ല. പിന്നെ വലിയ ചുമരുകളുള്ള വലിയ മതിലുകളുമാണ്. ചിലതിനൊക്കെ നമുക്കൊരു വെനീഷ്യൻ സ്റ്റൈൽ തോന്നുമെങ്കിലും ചില ബിൽഡിങ്ങുകൾക്കൊക്കെ കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി ടച്ച് ഉണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ വെനീഷ്യൻ ഭരണകാലത്തോടൊപ്പം തന്നെ ഒരു ഓസ്ട്രിയൻ ഭരണകാലം കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ബിൽഡിങ്ങുകൾക്കും ചില ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഒരു മിലിറ്ററി സ്റ്റൈൽ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ഈ ഓൾഡ് ടൗണിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഈ ഓൾഡ് ടൗണിൻ്റെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അപ്പ് ബുക്ക് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിച്ച് ഈ അഡ്രിയാറ്റിക് സീയിലൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ. മോണ്ടിനിഗ്രിയൻ ഭാഷയാണ് ഇവർ കൂടുതൽ സംസാരിക്കുന്നത്. ഇവർക്കധികം ഇംഗ്ലീഷ് വലിയ വശമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവും. ചിലവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അത് അറിയില്ല എന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ല. ടൂറിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷാണ് ഇവർക്ക് അറിയുന്നത്. ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് മോണ്ടിനിഗ്രിയൻ ഭാഷയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ കാണുന്ന ഈ വലിയ ബെല്ലും ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോയിട്ടുള്ള ചർച്ച് ടവറിൻ്റെ വലിയ ബെല്ലാണ് കേട്ടോ. ഇതാണ് ഡാൻസിങ് സ്റ്റാച്യു. ഈ മോണ്ടിനിഗ്രോയിലെ അല്ലെങ്കിൽ ബുദ്വയിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ്. ഇതിന് പിറകിലും ഒരു ലവ് സ്റ്റോറി ഉണ്ട്. കുറച്ച് ഡാർക്കാട്ടോ, ഞാൻ പറയാം. അതായത് ഒരു മോണ്ടിനിഗ്രിയൻ പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്നു. പക്ഷേ അയാൾ കടലിൽ പോയതിന് ശേഷം തിരിച്ചു വന്നില്ല. അവൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ച് ഈ പെൺകുട്ടി എന്നും ഇവനെ കാത്തു നിൽക്കുമായിരുന്നു. ഇവളൊരു ഡാൻസറായിരുന്നു. അങ്ങനെ അവളുടെ നഷ്ടപ്പെട്ട പ്രണയത്തിനെ ഡാർക്ക് സ്റ്റോറിയില്ലേ ഓക്കെ അവളുടെ നഷ്ടപ്പെട്ട പ്രണയത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് അവളുടെ ആ ഡാൻസിങ് സ്റ്റാച്യു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാച്യുവിനെ തൊട്ടിട്ട് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഇന്നും വിശ്വസിച്ച് പോരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് അവളടുത്ത് പോയി നിൽക്കാനോ തൊടാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. ചെറിയൊരു വഴി ഉണ്ട് ആ പ്രതിമയുടെ അടുത്തോട്ട് പോകാൻ, ആ സ്റ്റാച്യൂയുടെ അടുത്തോട്ട് പോകാൻ അവിടെ ചെറിയൊരു വഴി വെച്ച് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ അടുത്ത് പോയി നിന്നിട്ട് കാണാം. അവളുടെ ആഗ്രഹവും സാധിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഇനി നമ്മൾ കാണാൻ വരുന്നവരുടെ ആഗ്രഹമെങ്കിലും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് പോവൂ, സ്റ്റാച്യൂവിനെ തൊടൂ, എന്നിട്ട് ആഗ്രഹങ്ങൾ സാധിക്കും. ഇന്നിവിടെ ഒരു 10,000 കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ ബീച്ചിനില്ല എന്നുള്ളതാണ്. അത്ര വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇവിടെ. 2000-ലധികം വർഷം പഴക്കമുള്ള ഒലിവ് ട്രീസ് ഉണ്ട് മോണ്ടിനിഗ്രോയിൽ. അതായത് ഏറ്റവും പഴക്കം ചെന്ന ലോകത്തിലെ ഒലിവ് ട്രീ ഉള്ളത് മോണ്ടിനിഗ്രോയിലാണ് എന്നാണ്. അതിൻ്റെ പേരാണ് സ്റ്റാറ മസ്ലീന എന്ന് പറയുന്നത്. അത് ബാർ ടൗണിലാണ് ഉള്ളത് കേട്ടോ. അതായത് ബുദ്വ ടൗണിൻ്റെ തൊട്ടടുത്താണ് ഈ ബാർ ടൗൺ ഉള്ളത്. അവിടെയാണ് ആ ഒലിവ് ട്രീ ഉള്ളത്. ഇതാണ് സ്റ്റെവിറ്റി സ്റ്റെഫാൻ എന്ന് പറയുന്ന ഐലൻഡ്. 15th സെഞ്ച്വറിയിൽ ഇത് ഫിഷർമാൻസിൻ്റെ വില്ലേജ് ആയിരുന്നു. അതിനകത്ത് മാർക്കറ്റും ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു വില്ലേജായിരുന്നു. പക്ഷേ കാലക്രമേണ അതിൻ്റെ പ്രൗഢിയൊക്കെ നശിച്ച് അതിങ്ങനെ അവിടുത്തെ ജനങ്ങൾ പുറത്ത് വന്ന് മോണ്ടിനിഗ്രോയിൽ തന്നെ താമസമായും അവിടെ ജോലിയെടുക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 1950s കൂടിയിട്ട് ഈ ഒരു വില്ലേജ് ഗവൺമെൻറ് അമ്മൻ റിസോർട്ടിന് ലീസിന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ന് ഇതൊരു പ്രൈവറ്റ് റിസോർട്ടാണ്. അതായത് സോഫിയ ലോറൻ, എലിസബത്ത് ടൈലർ, പ്രിൻസസ് മാർഗരറ്റിനെ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ വന്ന് നിന്നിട്ടുള്ള അല്ലെങ്കിൽ നിൽക്കുന്ന, ഇപ്പോഴും പല സെലിബ്രിറ്റീസും ബിസിനസ് ടീംസൊക്കെ വരുന്ന വലിയൊരു റിസോർട്ടാണത്.
അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരാം. So thanks for watching till the end of this video. Abe Swati here, signing off from Pudua. See you in the next one. Don't forget to like, subscribe and drop a comment. Bye.